ഹയർ സെക്കൻഡറി +1 പ്രവേശനം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ ഓൺലൈനായി മൊബൈൽ ഫോണിലൂടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂസർ നെയിം അഥവാ 10 ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം നേരത്തെ ലഭ്യമായിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് അവിടെ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പച്ച ബട്ടൺ ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പ്രവേശനം നേടേണ്ടതുണ്ട്. നേരത്തെ അറിയിച്ചതുപോലെ തന്നെ 2 തരത്തിലുള്ള പ്രവേശനമാണ് +1 ഹയർ സെക്കൻഡറി +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്മിഷനിൽ ഉള്ളത്. അതിലൊന്ന് താൽക്കാലിക പ്രവേശനവും മറ്റൊന്ന് സ്ഥിരപ്രവേശനവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നൽകി അതിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിന് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി വിദ്യാർത്ഥികൾ തങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് രക്ഷിതാവിൻ്റെ കൂടെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ജൂൺ 13 വൈകിട്ട് 5 മണിക്കുള്ളിലായി ബന്ധപ്പെട്ട സ്കൂളിൽ എത്തി പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളുകളോ ഇഷ്ടപ്പെടാത്ത കോഴ്സ് കോമ്പിനേഷനോ ആണെങ്കിൽ വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. അതിനിപ്പോൾ വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനം നേടുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളുകളോ അല്ലെങ്കിൽ കോഴ്സ് കോമ്പിനേഷനുകളോ ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചത് എങ്കിൽ വേണമെങ്കിൽ അവർക്ക് താൽക്കാലിക പ്രവേശനം ഈ അലോട്ട്മെൻറ്റിലും ഉണ്ടായിരിക്കുന്നതാണ്. അഥവാ താൽക്കാലികമായി ചേർന്ന് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 19 വരുന്ന തേർഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. ഏതായാലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജൂൺ 12, 13 എന്നീ തീയതികളിൽ ബന്ധപ്പെട്ട സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. ഇതുവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 19 ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുറേ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി മുഖ്യ അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുന്നതായിരിക്കും. മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നേരത്തെ അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റുകൾ കാരണം ഫൈനൽ കൺഫർമേഷൻ നടത്താൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ തെറ്റായ മൂലം അഡ്മിഷൻ നിരസിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷം അഥവാ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പ്രത്യേകം അപേക്ഷ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷവും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സർക്കാർ പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സജ്ജമാക്കുന്നതായിരിക്കും. പ്രവേശന സമയത്ത് നൽകേണ്ട എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം ജൂൺ 13 വൈകിട്ട് 5 മണിക്കുള്ളിലായി ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം നേരിട്ട് ചെന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.